ഹരി ഓം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷത്താം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം
കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ 46-ാം അധ്യായം അവസാന ഭാഗമാണ് നമുക്ക് കാണാനുള്ളത്. 43-ാം ശ്ലോകം വരെ കണ്ടു. ഇനിയൊരു 7 ശ്ലോകങ്ങൾ, 6 ശ്ലോകങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാൻ പറ്റുമോ നോക്കാം. ഉദ്ധവന്റെ ദൂതാണ്. ഉദ്ധവൻ നന്ദഗോപരുടെ കുശല പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുത്തതാണ് 30-ാം ശ്ലോകം മുതൽ 43-ാം ശ്ലോകം വരെ. 14 ശ്ലോകങ്ങളെ കൊണ്ട് വാസ്തവത്തിൽ എല്ലാവർക്കും കുശലം തന്നെയല്ലേ എന്ന് ചോദിച്ചതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ വാസ്തവത്തിൽ ചെയ്തതെന്താണ്? നന്ദഗോപരെയും യശോദയെയും ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അതെങ്ങനെ? ഭഗവാൻ ആരാണെന്നുള്ള ഭഗവാന്റെ ആ തത്വം നല്ലതുപോലെ വിസ്തരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ എവിടെയുണ്ടോ ആ ഭഗവാന് കുശലം തന്നെയാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ഭഗവത് തത്വം സാക്ഷാത്കരിച്ച മഹാത്മാക്കളോടുകൂടി പോലും നമ്മൾ കുശല പ്രശ്നം ചോദിക്കാൻ പാടില്ല എന്ന് പറയും. സന്യാസിമാരോടൊന്നും കുശല പ്രശ്നം ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് മുതിർന്നവർ പറയുക. സന്യാസിമാർക്ക് എപ്പോഴും കുശലം തന്നെയാണ്. എന്താ പിന്നെ ചോദിക്കേണ്ട ആവശ്യം? ലൗകികരെ പോലെ ആവലാതിയും കരച്ചിലുമായിട്ട് ഇരിക്കേണ്ടവരല്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് അവരുടെ പ്രാരബ്ധം. അപ്പോൾ ഒരിക്കലും ആത്മതത്വം പരോക്ഷമായെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മതത്വം സാക്ഷാത്കരിക്കുക എന്നുള്ള രീതിയിൽ അപരോക്ഷമായി അതിൽ നിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ശാസ്ത്രങ്ങളൊക്കെ ഗുരുമുഖത്തുനിന്ന് അഭ്യസിച്ച് നിരന്തരം ശ്രവണം, മനനം, നിരിധ്യാസനം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിവിധിഷാ സന്യാസി, വിദ്വാനായിട്ടില്ല, വിദ്വൽ സന്യാസി എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഒരു സാധകൻ അല്ലെങ്കിൽ വിവിധിഷാ സന്യാസി എന്ന് പറയുന്ന ആ തലത്തിൽ എത്തിക്കഴിയുമ്പോഴും കാര്യങ്ങളെല്ലാം പരോക്ഷമായി അറിഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരാളോടും കുശല പ്രശ്നം ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെയൊക്കെ ഗുരുക്കന്മാർ, ജ്യേഷ്ഠന്മാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് പറയുക. സ്വാമിജി സുഖം തന്നെയോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ആനന്ദം, അതിനാണ് പേരിന്റെ കൂടെ ആനന്ദ 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 എന്ന് ചേർക്കുന്നത്. ഓരോ പേരിലും ആനന്ദ, അല്ലേ? ദയാനന്ദ, ചിന്മയാനന്ദ, സച്ചിദാനന്ദ, കൃഷ്ണാത്മാനന്ദ, ചിദാനന്ദ, ഇങ്ങനെ ഓരോരുത്തർക്കും പേരിന്റെ വാലായിട്ട് അതിൽ കൂടെ ആനന്ദ എന്നുള്ളത് ആത്മജ്ഞാനം നേടി ആനന്ദം അനുഭവിക്കുന്നവരാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അവരോട് കുശല പ്രശ്നം ചെയ്യേണ്ടതില്ല. അപ്പം അതുപോലെ ഇവിടെ ആ ഭഗവാനെ സംബന്ധിച്ച് കുശല പ്രശ്നം ചോദിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എവിടെ ഇരിക്കുന്നുവോ അവിടെ എല്ലാവർക്കും കുശലമായിരിക്കുകയും ചെയ്യും. ഇത് ഇത്രയും ഭഗവാന്റെ കഥകളിൽ നിന്ന് നമുക്കത് ബോധ്യം വന്നതാണ്.
ഭഗവാൻ എവിടെയാണോ അവിടെയാണ് കുശലം. ഭഗവാൻ ഗോകുലത്തിലാണോ അവിടെ കുശലം, ഭഗവാൻ മധുരയിലാണോ അവിടെ കുശലം, ഭഗവാൻ ദ്വാരകയിലാണോ അവിടെ കുശലം, ഭഗവാൻ കുരുക്ഷേത്രത്തിലാണോ അവിടെ കുശലം, അല്ലെങ്കിൽ ഭഗവാൻ ഹസ്തിനപുരത്താണോ അവിടെ കുശലം, ഇന്ദ്രപ്രസ്ഥത്തിലാണോ അവിടെ കുശലം. എവിടെയാണോ ഭഗവാനുള്ളത് അവിടെ കുശലം തന്നെ. അപ്പം അതുകൊണ്ട് ആ കുശലത്തെക്കുറിച്ച് പറയുന്നില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല നമ്മൾ. ഭഗവാൻ ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഭഗവാന്റെ ആ എന്താ പറയുക തത്വം പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമ കാരണഭൂതന്മാരാണ് എന്ന് തുടങ്ങിയിട്ടാ പറഞ്ഞത്. ആദ്യം ഇവരെ പ്രശംസിച്ചു. നിങ്ങൾ ധന്യതമന്മാരാണ് ഈ ലോകത്തില്, ശ്ലാഘ്യതമന്മാരാണ് രണ്ടുപേരും. ആ ഭഗവാൻ അഖിലാത്മാവായ അഖില ഗുരുവായ നാരായണനിൽ ഇതുപോലെയുള്ളതായിട്ടുള്ള മതി നിങ്ങൾക്ക് ഉറച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതം ധന്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ രാമകൃഷ്ണന്മാർ വിശ്വസ്യ ബീജയോനി, ഈ വിശ്വത്തിന്റെ ബീജവും യോനിയും ആകുന്നു. ഉപാദാന കാരണവും നിമിത്ത കാരണവും, അല്ലെങ്കിൽ എന്താ പറയുക മാതാവും പിതാവും, അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും എന്നൊക്കെ പറയാവുന്ന തത്വങ്ങളാണ്. പുരുഷ പ്രധാനം, എല്ലാ ഭൂതങ്ങളിലും വ്യാപിച്ച് എല്ലാറ്റിലും അന്തര്യാമിയായ ചൈതന്യമായി എല്ലാം അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നവരായിട്ടുള്ള, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന പുരാണ പുരുഷന്മാരാണ് ഈ രണ്ടുപേരും. ഏതൊരു ഭഗവാനിൽ മരണകാലത്ത് മനസ്സുറപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നുവോ അവരുടെ കർമാശയങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവര് പരമമായ ഗതിയെ പ്രാപിക്കുന്നു. ബ്രഹ്മമയമായ അർക്കവർണമായിട്ടുള്ള ആ ഗതിയെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള അഖിലാത്മഹേതവ്, ഈ ലോകത്തിന്റെ മുഴുവൻ ആത്മാവും ഹേതുവുമായിരിക്കുന്ന ആ നാരായണനിൽ, കാരണമർത്യമൂർത്തിയായ ഭഗവാനിൽ നിങ്ങൾ രണ്ടുപേരും ഭാവം വിധത്താം നിതരാം, നിതരാം ഭാവം വിധത്താം, നല്ലതുപോലെ ഭാവം ഭക്തിഭാവത്തെ ഉറച്ചിരിക്കുന്നു, ധരിച്ചിരിക്കുന്നു ആ മഹാത്മാവായ ഭഗവാനിൽ. ഇനി എന്താ നിങ്ങൾക്ക് സുകൃത്യം അവശിഷ്ടം? എന്തെങ്കിലും കാര്യങ്ങൾ, കർത്തവ്യങ്ങൾ ബാക്കിയുണ്ടോ? ഒന്നും ചെയ്യാനില്ല. നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതിന്റെ റിസൾട്ടാണ് ഈ ഭഗവാനിലുള്ള ഭക്തി ഉണ്ടാവുക എന്നുള്ളത്. ഇനി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അധികം താമസിയാതെ ഇങ്ങോട്ട് വരും. നിങ്ങൾ മാതാപിതാക്കൾക്ക് സന്തോഷത്തെ ചെയ്യാനായിക്കൊണ്ട് സാത്വതാമ്പതിയായ ഭഗവാൻ വരും. ആ കംസനെ വധിച്ച് നിങ്ങളോട് യാത്ര പറയുന്ന സമയത്ത് രംഗമധ്യത്തിൽ വെച്ച് എന്ത് പറഞ്ഞുവോ അത് തീർച്ചയായിട്ടും സത്യമാക്കി ചെയ്യും. ഇവിടേക്ക് തന്നെ വരുമെന്നർത്ഥം. നിങ്ങൾ ഖേദിക്കേണ്ടതില്ല. കൃഷ്ണനെ നിങ്ങൾ അധികം താമസിയാതെ തന്നെ അടുത്ത് കാണും. എല്ലാവരുടെയും എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലിരിക്കുന്നവനാണ്. എല്ലാ ഇന്ധനങ്ങളിലും അഗ്നി ഇരിക്കുന്നത് പോലെ സർവ്വവ്യാപിയാണവൻ. അവനെ നിങ്ങൾ പ്രത്യേക രൂപത്തിൽ അടുത്ത് കാണും. ഇനി അവൻ വരില്ല എന്ന് സംശയിക്കുകയൊന്നും വേണ്ട. അവൻ എല്ലാവരും തുല്യരാണ്. അവന് പ്രിയനും അപ്രിയനും ഇല്ല, ഉത്തമനോ അധമനോ ഇല്ല, അസമനുമില്ല. കാരണം അവൻ എല്ലാറ്റിലും സമാനനാണ്, എല്ലാറ്റിലും സമബുദ്ധിയോട് കൂടിയവനാണ്. അതുകൊണ്ട് വസുദേവരും നന്ദഗോപരും ദേവകിയും യശോദയും അവന് തുല്യമാണ് ഭാവം. രണ്ടുപേരെയും വേറെ ഇതായിട്ട് കാണുകയില്ല. ഇനി യഥാർത്ഥത്തിൽ അവന് മാതാവും പിതാവും ഭാര്യയും മക്കളും സ്വകീയനും പരകീയനും ദേഹവും ജന്മവും ഒന്നുമില്ലാത്ത ആത്മസ്വരൂപനാണ്. അവന് ഈ ലോകത്തില് ഒരു യോനിയിലും ഒരു കർമ്മവും ബാക്കിയില്ല. പിന്നെ എന്തിനാ ക്രീഡാർത്ഥമായിട്ടാണ് അവൻ സാധുക്കളുടെ പരിത്രാണത്തിനായിക്കൊണ്ടും വിവിധ യോനികളിൽ അവൻ അവതാരമൂർത്തികളെ ധരിക്കുന്നു. സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളെ നിർഗുണനായ അവൻ, ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവൻ സ്വീകരിക്കുന്നു. എന്തിന്? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന നാടകം നടത്താനായിക്കൊണ്ട്. അജ്ഞന്മാരായിട്ടുള്ളവർക്ക്
ഈ ഭഗവാനിൽ തെറ്റിദ്ധാരണ കൊണ്ടാണ് അദ്ദേഹം എന്താ പറയുക ഒരു ജീവനെ പോലെ തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദേഹാഭിമാനം കൊണ്ടാണ്, ചിത്തത്തിൽ കർത്തൃത്വം ഉള്ളത് കൊണ്ടാണ്, ഞാൻ കർത്താവാണെന്നുള്ളതായിട്ടുള്ള ഭാവം കൊണ്ടാണ് നമുക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭ്രമിക്കുന്ന കണ്ടുകൊണ്ട് ലോകത്തെ നോക്കിയാൽ ഭൂമി കറങ്ങുന്നതായിട്ട് തോന്നും പോലെ ദേഹാഭിമാനത്തോടുകൂടി ഈ ലോകത്തെ വീക്ഷിക്കുന്നവർക്ക് അഹന്താ മമതകളോടുകൂടി രാഗദ്വേഷങ്ങളോടുകൂടി അവർ ഇങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി ഭ്രമിക്കുന്നു. ഇനി നിങ്ങളുടെ മാത്രം പുത്രനല്ല ഈ ഹരി ഭഗവാൻ. സർവേഷാം ആത്മജഃ, എല്ലാവരുടെയും പുത്രനാകുന്നു. എല്ലാവരുടെയും ആത്മാവ്, എല്ലാവരുടെയും മാതാവും പിതാവും ഈശ്വരനുമാകുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതും ഇതുവരെ കേട്ടിട്ടുള്ളതും ഭൂതത്തിലുണ്ടായിരുന്നതും വർത്തമാനത്തിലുള്ളതും നാളെ ഭവിഷ്യത്തിൽ ഉണ്ടാകാൻ പോകുന്നതും സ്ഥാവരവും ജംഗമവുമായിട്ടുള്ളതും ചെറുതും വലുതുമായിരിക്കുന്നതും എല്ലാ വസ്തുക്കളും അച്യുതനിൽ നിന്ന് അന്യമായിട്ട് വേറൊരു വസ്തു എടുത്തു പറയാൻ ഇല്ല. അച്യുതനുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ചെറുതും വലുതും സ്ഥാവരവും ജംഗമവും എല്ലാം നിലനിൽക്കുന്നത്. അച്യുതനില്ലാതെ ലോകത്തിൽ ഒരു വസ്തുവുമില്ല. സ്വയേവ സർവം പരമാർത്ഥഭൂത. അവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമാർത്ഥമായിട്ട് എല്ലാമായിട്ട് ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനെ നിങ്ങളുടെ മകനാണ് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് മമതയോടുകൂടി ചിന്തിക്കാതിരിക്കുക. ഭഗവാനാണ്, സർവാത്മാവാണ്, പ്രപഞ്ച കാരണഭൂതനാണ്, എല്ലാവർക്കും ഭഗവാനിൽ തുല്യ അവകാശമാണ്. അല്ലേ? നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള അവകാശം ഉണ്ടെന്ന് കരുതരുത്. അതാണ് ദുഃഖ കാരണം. എല്ലാവർക്കും അവകാശപ്പെട്ടവനാണ് ഭഗവാൻ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. അല്ലേ? നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഒരേപോലെ അവകാശപ്പെട്ട ആളാണ്. എല്ലാവരുടെ കാര്യവും ചിന്തിക്കേണ്ട ആളാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഒന്നും ആളല്ല. അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകളുടെ മാത്രമല്ല, അദ്ദേഹത്തിനെതിരായി വോട്ട് ചെയ്തവർക്കും അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അവരെയും അദ്ദേഹം പരിഗണിക്കണം. അവരോട് ഒരു തരത്തിലുള്ളതായിട്ടുള്ള പ്രതികാര ബുദ്ധിയും ശത്രുതയും ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല. ഈ എന്താ പറയുക, ഈ ദേശത്തെ, ഈ ഭാരതദേശത്തുള്ളതായിട്ടുള്ള സകല ജനങ്ങളും, ഈ ദേശത്തെ പൗരന്മാരെല്ലാവരും എന്താ പറയുക, എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കേണ്ടത്. എല്ലാവരുടെ കാര്യത്തിലും എനിക്ക് ശ്രദ്ധയുണ്ടാവണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവണം, ഉണ്ടായിരിക്കും. ദേശം മുഴുവൻ അദ്ദേഹം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. അതുപോലെയാണ് വിശ്വം മുഴുവൻ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. അല്ലെ? ഒരു കുടുംബത്തിലെ മുതിർന്ന ആള്, കാരണവര്, ആ കുടുംബത്തിലെ എല്ലാവരുടെ കാര്യത്തിലും തുല്യഭാവം വെച്ച് പുലർത്തണം. ന്യൂട്രലായിരിക്കണം. എല്ലാവരോടും സമഭാവനയോടുകൂടി എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ട് ആ കാരണവരുടെ നേരെ. ഒരു കുടുംബത്തിലെ നാഥൻ അച്ഛനാണോ, മുത്തശ്ശനാണോ, അമ്മാവനാണോ, ഇനിയിപ്പോൾ അഥവാ ഒരു മുത്തശ്ശിയാണോ, അമ്മയാണോ, ആരാണോ കുടുംബത്തിലെ നാഥൻ, അവരെല്ലാവരെക്കുറിച്ചും ചിന്തിക്കണം. വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടാക്കിയാലും എല്ലാ മക്കൾക്കും ഒരുപോലെ കിട്ടണമെന്ന് അമ്മമാര് ചിന്തിക്കും. അത് തൻ്റെ മക്കൾക്ക് മാത്രമല്ല, ഇനി വലിയൊരു കൂട്ടുകുടുംബമാണെങ്കിലോ തൻ്റെ അനിയത്തിമാരുടെയും ജ്യേഷ്ഠത്തിമാരുടെയും സഹോദരന്മാരുടെയും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കണമെന്ന് ചിന്തിക്കണം.
അല്ലേ? ആ കുടുംബത്തിലെ മുതിർന്ന അംഗമാകുമ്പോൾ. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. ഇന്നത്തെ പോലെ സ്വാർത്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ അനുഭവിച്ച് വളർന്നവരാണ്. അന്ന് നമ്മുടെ മുത്തശ്ശിമാർ പോലും അവരുടെ സഹോദരി പുത്രന്മാരും പുത്രിമാരും ഒക്കെ നമ്മളെപ്പോലെ തന്നെ കരുതിയിരുന്നു. എല്ലാവർക്കും ഒരേപോലെ, എത്ര അംഗങ്ങളുണ്ടെങ്കിലും, അല്ലേ? അപ്പോൾ അത് ഒരു ഗൃഹനാഥൻ്റെ, ഒരു കുടുംബനാഥൻ്റെ പോലും താതാത്മ്യം അങ്ങനെയാണെങ്കിൽ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ താതാത്മ്യം സംസ്ഥാനം മുഴുവൻ എല്ലാവരെക്കുറിച്ചും ആയിരിക്കണം. ഒരു പ്രധാനമന്ത്രി രാജ്യം മുഴുവനുള്ള എല്ലാവരെക്കുറിച്ചും കൺസേൺ ഉള്ള ആളായിരിക്കണം. അപ്പോൾ ഈശ്വരന് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും തൻ്റെ സൃഷ്ടിയാണ്, തൻ്റെ അംശങ്ങളാണ്, തനിക്ക് തുല്യമാണ്. അവിടെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ബൗദ്ധന്മാർ, സിഖുകാർ, ജൈനന്മാർ, ജൂതന്മാർ എന്നൊന്നും ഭഗവാന്റെ മുമ്പിൽ ഭേദമില്ല. ഭഗവാനെ നിങ്ങൾ ജഗത്തിന്റെ മുഴുവൻ കാരണഭൂതനായ ഏകനായ ഈശ്വരനെ നിങ്ങൾ ഏത് പേരിൽ വിളിച്ചാലും, അത് ആര് വിളിച്ചാലും വിളി കേൾക്കും. അദ്ദേഹത്തിന് മുസ്ലിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കില്ല എന്നോ, ക്രിസ്ത്യാനികൾ വിളിച്ചാൽ വിളി കേൾക്കില്ല എന്നോ, അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിച്ചോളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഏ യഥാ മാം പ്രപദ്യന്തേ താൻ തദൈവ ഭജാമ്യം. പക്ഷേ ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തവർ, ചിന്തിക്കാത്തവർ, ഇതിൻ്റെ വേണ്ട പോലെ യുക്തി ഇല്ലാത്തവർ ഞങ്ങൾ വിളിക്കുന്ന പേര് മാത്രമേ എല്ലാവരും വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഞങ്ങളൊരു ഭാഷയിൽ ഒരു പേരുണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ അനാദികാലമായിട്ട് വേറെയൊക്കെ പേരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോളൂ. നിങ്ങൾ എത്ര കാലമായിട്ട് എന്ത് പേര് വിളിച്ചാലും ശരി, ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ പറയുന്ന ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ പേര് വിളിച്ചാൽ മതി. ഇതാണ് ഏറ്റവും വലിയ ലോക വിഡ്ഢിത്തരം. ഇതാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, അസമാധാനത്തിനും, യുദ്ധങ്ങൾക്കും, അശാന്തിക്കൊക്കെ കാരണം. ഇത് കുറച്ച് ബുദ്ധി, യുക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം, ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാവുന്നതാണ്. ഈശ്വരൻ, ഈ ലോകത്തിൽ ഒരു ഈശ്വരനേ ഉള്ളൂ. ഒറ്റ ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. ഒറ്റ ഈശ്വരൻ തന്നെയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടീസായിട്ടാണ്, പല മാനേജർമാരായിട്ടാണ് നമ്മൾ പല ദേവതകളെ കരുതുന്നത്. ദേവതകൾ പലതാണ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ദേവതയല്ല. ദേവത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഹെഡ്, ഏതെങ്കിലും ഒരു നിയമത്തെ രക്ഷിക്കുന്നവൻ, ഏതെങ്കിലും ഒരു കാര്യം മാത്രം നോക്കുന്നവരെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. ഇവരുടെ എല്ലാവരുടെയും കൂടി മൊത്തത്തിലുള്ള ബോസിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. സർവ്വനിയന്താവായിട്ടുള്ള ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും ഭജിക്കാം, ദേവതകളെ ഭജിച്ച് ദേവതകളിലൂടെയും ഭജിക്കാം. അല്ലേ? ഏതൊരു ഓഫീസിൽ പോയാലും നിങ്ങൾക്ക് അവിടുത്തെ മുതിർന്ന ആളെ ഡയറക്റ്റായിട്ട് ബന്ധമുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് കാണാം. അതല്ലെങ്കിൽ ത്രൂ പ്രോപ്പർ ചാനൽ, താഴെയുള്ള ആളെ കണ്ട് അവർ വഴിക്ക് മുകളിലുള്ള ആളെ കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി.
ചെറിയ കാര്യങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. മുകളിലുള്ള ആൾക്കാർക്ക് തിരക്ക് കൂടിയതുകൊണ്ടാണ് താഴെ ആളുകളെ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബാങ്കിൽ ചെന്ന് കുറച്ച് ക്യാഷ് എടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് അടയ്ക്കണം, അതിന് ക്യാഷ് കൗണ്ടറിൽ പോയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ അതിലും സൗകര്യമായിട്ടിപ്പോൾ പല സൗകര്യങ്ങളുണ്ട്. ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മെഷീനായിട്ടോ ATM ആയിട്ടോ പല രീതിയിൽ നിങ്ങൾക്ക് സൗകര്യങ്ങൾ വെച്ചിരിക്കുന്നത്. എന്തിനാ വെച്ചാൽ അവിടെയുള്ള തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്കും ധാരാളം വർക്കുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ഡെപ്പോസിറ്റ് FD ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ അവിടുത്തെ മെയിൻ ചീഫ് മാനേജർ തന്നെ എപ്പോഴും ചെയ്യണം എന്ന് പറഞ്ഞ് നേരെ ചീഫ് മാനേജറുടെ ക്യാബിനിലേക്ക് പോയിട്ട് ഒരു 10,000-ൻ്റെയോ 25,000-ൻ്റെയോ ചെക്ക് എഴുതി അയാളുടെ മേശപ്പുറത്ത് വെക്കുക. എന്നിട്ട് ജാട കാണിക്കുക. അപ്പോൾ അയാൾ ഇദ്ദേഹത്തെ വേണ്ട പോലെ ബഹുമാനിക്കണം, കാപ്പിയൊക്കെ വരുത്തി കൊടുക്കണം. എന്നിട്ട് പ്യൂണിനെ വിളിച്ച് ഈ ചെക്കൊന്ന് വേഗം പാസ്സാക്കി ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയൂ എന്ന് പറഞ്ഞ് ക്യാഷ് മേടിച്ചു കൊടുക്കണം. ഇതൊക്കെ ജാടയാണ്. ഇതൊക്കെ അവരുടെ പണിയെ തടസ്സപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ. വേറെ അതിനേക്കാൾ അത്യാവശ്യമുള്ള ഒരാൾ ക്യാബിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. അവർക്ക് ഈ മാനേജറെ കണ്ടേ മതിയാവും. വേറൊരാളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുറേ പൊങ്ങച്ചക്കാർ, ജാടക്കാർ എവിടെ പോയാലും കാണാൻ പറ്റും. അതുപോലെ വേണ്ട. അതുകൊണ്ട് അതിനാണ് ഈ സൗകര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് പറയുക. അപ്പം അതുപോലെ നമുക്ക് നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ്റെ തന്നെ പ്രതിനിധിയായി ഇന്ന ആളുണ്ട്, അയാളെ സമീപിച്ചോളൂ എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മോക്ഷമാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരും. മോക്ഷം എന്ന ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. അത് മാനേജറെ കാണുന്നത് പോലെ നേരിട്ട് സർവേശ്വരൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. ബാക്കി ലൗകികങ്ങളായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡുണ്ട്, അവരും സന്തോഷിച്ചോട്ടെ. നിങ്ങൾ അവരെ ചെന്ന് ആരാധിക്കൂ, പുകഴ്ത്തൂ, അവർ സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അവർ പണിയില്ലാതിരിക്കില്ലേ? എല്ലാ പണിയും നേരിട്ട് ചെയർമാനോ MDയോ മാനേജറോ തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്നാൽ ക്ലർക്കുമാർക്കും പ്യൂണുമാർക്കും ജോലിയില്ലാതാവും, അവർക്ക് അതൃപ്തി ഉണ്ടാവും. അപ്പോൾ അവർക്ക് പണി കൊടുക്കണം, അവർക്ക് സന്തോഷം കൊടുക്കണം. അപ്പം അതുപോലെയാണ് ഇവിടെ ഓരോ ദേവതാ സമ്പ്രദായങ്ങൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മോക്ഷമാണ് വേണ്ടതെങ്കിൽ ആ ദേവതയെ തന്നെ ഈശ്വരനായി കാണാം. നിങ്ങൾ ആരാണോ ഇഷ്ടദേവതയായി കരുതിയിരിക്കുന്നത് ഡയറക്റ്റ് അദ്ദേഹത്തെ ഈശ്വരൻ എന്ന ഭാവത്തിൽ കാണാം. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ സനാതനധർമ്മം. ഈ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വ്യവസ്ഥ ഒന്ന് അറിഞ്ഞാൽ മതി, ഒരു വിഷമവുമില്ല. ഇതിന് ഉദാഹരണ സഹിതം കാര്യം വ്യക്തമാക്കി തരാൻ നല്ല ഗുരുക്കന്മാരടുത്ത് പോയാൽ മതി. അവർ വ്യക്തമാക്കി തെളിച്ചു തരും എല്ലാ കാര്യങ്ങളും, ഒരു സംശയവുമില്ലാതെ. അത് പോവില്ല. തന്നെത്താൻ എല്ലാ തീരുമാനങ്ങളും എടുക്കും. അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളോടൊക്കെ ഓരോന്ന് ചോദിച്ച് കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് ഏതെങ്കിലും രോഗം വന്നാൽ തെരുവിൽ നിൽക്കുന്ന ആരോടെങ്കിലുമാണോ പോയി ചോദിക്കുക, എനിക്ക് ഇന്ന രോഗമുണ്ട്, എന്താ മരുന്ന് എന്ന് ചോദിക്കുക? നമ്മൾ നല്ല ഡോക്ടർമാരെയാണ് ചെന്ന് കാണേണ്ടത്. ക്വാളിഫൈഡ് ആയിരിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകണം. എന്താ അസുഖമെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ആദ്യം നല്ലൊരു ഫിസിഷ്യനെ ചെന്ന് കാണണം. ആ ഫിസിഷ്യൻ ഡയഗ്നോസിസ് ചെയ്ത് ഇതിന്നതാണ്, അതിന് സ്പെഷ്യലിസ്റ്റ് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് ആ ഫിസിഷ്യൻ നമ്മളെ ഡയറക്റ്റ് ചെയ്യും. അവിടെ പോയിട്ട് നമ്മൾ ആ സ്പെഷ്യലിസ്റ്റ് പറയുന്ന ചികിത്സ സ്വീകരിക്കണം. ഇതാണ് മെഡിക്കൽ ഇതിലുള്ള വിഷയം. അപ്പം അതുപോലെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ ഒക്കെ സംശയം വരുമ്പോൾ അങ്ങനെയുള്ള പഠിച്ച ആചാര്യന്മാരെ സമീപിക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആചാര്യന്മാരെ സമീപിക്കണം. അതിലും സ്പെഷ്യലിസ്റ്റുകളുണ്ട്.
ഇന്ന വിഷയങ്ങൾക്ക് ഇന്ന സ്പെഷ്യലിസ്റ്റുകൾ, താന്ത്രിക വിഷയങ്ങളിൽ അല്ലേ, അതുപോലെ കർമ്മ വിഷയങ്ങളിൽ വൈദികങ്ങളായ കർമ്മങ്ങൾ ചെയ്യാനാണ്, അതിനെക്കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ആ വൈദിക പുരോഹിതന്മാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ അടുത്തേക്ക് വിടാം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക പൂജ, ഹോമം ഇതൊക്കെ ചെയ്യാനാണ് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാനല്ല അതിന് നല്ല ആള്, കുറച്ചുകൂടി നല്ല ആൾക്കാരിതാ അപ്പുറത്തുണ്ട്. കാരണം ഇത് പൂജ പഠിപ്പിക്കലോ ഹോമം പഠിപ്പിക്കലോ അല്ല എൻ്റെ പണി. അത് സാമാന്യം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നല്ലാതെ വിശേഷിച്ചറിയില്ല. സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ അടുത്തേക്ക് നമ്മൾ അയക്കും. താന്ത്രിക വിഷയങ്ങളിൽ സംശയം ചോദിച്ചാൽ അത് അവർ പറയട്ടെ, ജ്യോതിഷ വിഷയത്തിൽ ചോദിച്ചാൽ അത് ജ്യോതിഷികൾ പറയട്ടെ, വാസ്തു വിഷയത്തിൽ ചോദിച്ചാൽ അത് വാസ്തുവിദഗ്ധന്മാർ പറയട്ടെ, വേദാന്തം ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു തരാം. അത്യാവശ്യം പുരാണങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും ചോദിച്ചാലും പറഞ്ഞു തരാം. ഭഗവത്ഗീത, ഉപനിഷത്തുക്കൾ, ബ്രഹ്മസൂത്രം, അതുപോലെ ആദിശങ്കരകൃതമായിട്ടുള്ള അദ്വൈത വേദാന്ത പദ്ധതിയിലുള്ള പ്രകരണക്രിയകൾ, ഗ്രന്ഥങ്ങൾ, അതുപോലെയുള്ള മഹാത്മാക്കളുടെ അദ്വൈത വേദാന്ത സംബന്ധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഭാഗവത പുരാണം, അധ്യാത്മരാമായണം, വാൽമീകി രാമായണം, മഹാഭാരതം, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. വേറെ ചിലത് സാമാന്യമായിട്ട് പറഞ്ഞു തരാം. ഇതൊക്കെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് അല്ലേ. നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ രോഗത്തിന് കണ്ണ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ വിഷയവും. അപ്പം അതുകൊണ്ട് ആധ്യാത്മികമോ മറ്റ് ആചാരപരമോ ആയിട്ടുള്ള സംശയങ്ങൾ വന്നാൽ ആരെ സമീപിക്കണം എന്നുള്ള വ്യക്തത വേണം. അല്ലാതെ വഴി കൂടെ പോകുന്നവരോടൊക്കെ ചോദിക്കാൻ പാടില്ല. ഒരു തിരി ഇടാവോ, വിളക്കിന് 2 തിരി ഇടാവോ, 5 തിരി ഇടണോ, ഇതൊക്കെ എന്നും ആളുകൾക്ക് സംശയമാണ്. ഇത് പലതും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണം. ഇതിൻ്റെയൊക്കെ തത്വം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരി ഇടാം. നിങ്ങൾ 1 ഇടുന്നത് ഇന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ്, 2 ഇടുന്നത് ഇന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ്, 3 ഇടുന്നത് ഇന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ്, 5 ഇടുന്നത് ഇന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ്, 7 ഇടുന്നത് ഇന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ്. ഇതിന്റെ ഓരോന്നിന്റെയും സങ്കല്പം, ഇതിന്റെ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള വിളക്ക് കൊളുത്താം. അത് ഈ കേരളത്തിൽ മാത്രമേ ഈ കൺഫ്യൂഷൻ ഉള്ളൂ കേട്ടോ. കാരണം ഈ കേരളത്തിലെ ഈ കുത്തുവിളക്ക് എന്ന് പറയുന്ന നിലവിളക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ എഴുത്താണി മുകളിലേക്ക് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ കിഴക്കോട്ട്, പടിഞ്ഞാട്ട്, വടക്കോട്ട്, തെക്കോട്ട് എന്നൊക്കെയുള്ളതായിട്ടുള്ള കൺഫ്യൂഷൻ ഉള്ളത്. ബാക്കി എല്ലായിടത്തും നടുവിൽ തിരിയിടുന്ന സമ്പ്രദായത്തിലുള്ള വിളക്കുകളാണ് കൂടുതലും അല്ലേ. ഒരു തിരിയിട്ടാൽ മതി അവർക്ക്. പിന്നെ അവർ ഒക്കേഷണലി ചില ഡെക്കറേറ്റീവ് ആയിട്ടാണ് മറ്റു വിളക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. സാധാരണ രീതിക്ക് ഒറ്റ തിരിയുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു തിരിയുള്ളതായിട്ടുള്ള വിളക്കുകളാണ് അവരെല്ലായിടത്തും ഉപയോഗിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ കൺഫ്യൂഷൻ. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള മന്ദബുദ്ധികളെ വീണ്ടും മന്ദബുദ്ധികളാക്കി കൺഫ്യൂസ്ഡ് ആക്കാൻ ഉള്ള ധാരാളം ആൾക്കാരും ഉണ്ട്. അതായത് പ്രാദേശികങ്ങളായിട്ടുള്ള പല സങ്കല്പങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ പേരിൽ ശണ്ട കൂടേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പ്രദേശത്തിൻ്റെ മാത്രം ഒരു രീതിയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഭക്ഷണം വിളമ്പുന്നതിന്, ഇലയിൽ ഒരു സദ്യ വിളമ്പുമ്പോൾ ഓരോ ദേശത്ത് ഓരോ രീതിയിലാണ് വിളമ്പുന്നത്. ഞങ്ങൾ ഇന്നിടത്താണ് ഇന്നത് അവിയൽ വിളമ്പുക, തോരൻ വിളമ്പുക, കൂട്ടുകറി വിളമ്പുക, പച്ചടി വിളമ്പുക അല്ലേ, തോരൻ വിളമ്പുക, ഓരോ രീതിയുണ്ട്. അത് തെക്കോട്ടേക്ക് പോയാൽ വേറെ, വടക്കോട്ടേക്ക് പോയാൽ വേറെ. ഇതെല്ലാം കണ്ടവർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാവും. ഈ കിണറ്റിൽ കിടക്കുന്ന തവളകൾക്കാണ് എല്ലാ പ്രശ്നവും. ഊണ് കഴിഞ്ഞ് ഇല എങ്ങോട്ട് മടക്കണം
അതും കൺഫ്യൂഷനാണ്. ഇനി മടക്കണോ നിവർത്തി തന്നെ ഇടണോ? അത് ഓരോന്നും ഓരോ സമ്പ്രദായമാണ്. നിവർത്തിയിടുന്ന സമ്പ്രദായമുണ്ട്, ഒരു കോർണർ മാത്രം മടക്കുന്ന രീതിയുണ്ട്, അകത്തോട്ട് മടക്കുന്നവരുണ്ട്, പുറത്തോട്ട് മടക്കുന്നവരുണ്ട്. ഇതിലൊന്നും കുഴപ്പമില്ല. ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല കളയാനുള്ളതാണ്. അതിൻ്റെ കൂടെ ചില നല്ല സങ്കല്പങ്ങളോടുകൂടി ഇത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിന് പോസിറ്റീവായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാത് ദേശത്ത് അങ്ങനെയൊക്കെ പല സമ്പ്രദായങ്ങൾ. ഇതിലൊന്നും നമ്മൾ പിടിവാശി പിടിക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബേജാറാവേണ്ടതോ ഉള്ള കാര്യമേ ഇല്ല. അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇനി എനിക്ക് അതിൻ്റെ പാപമുണ്ടോ? ഒരു പാപമില്ല. ചുമ്മാ പേടിക്കുക, ആരൊക്കെയോ പേടിപ്പിക്കുക മൂഢജനങ്ങൾ. അല്ലേ, ശ്രീകൃഷ്ണ ഭഗവാന് ഓടക്കുഴൽ വെക്കാൻ പാടില്ല, ഭഗവാൻ നിങ്ങളുടെ വീട്ടിലുള്ള ധനമൊക്കെ ഊതിക്കളയും. ഇങ്ങനെയും കുറെ വിഡ്ഢികൾ. അത് കേൾക്കാൻ കുറേ വിഡ്ഢികളുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ. ഭഗവാൻ മുരളീധരൻ, വംശീധരൻ, വേണുഗോപാലൻ എന്നൊക്കെ പേരും വിളിക്കുന്നുണ്ട്. ആളുടെ വേണുമില്ല, എന്നിട്ട് ഡാഷ് ഗോപാലൻ എന്ന് വിളിക്കേണ്ടി വരും. അല്ലേ, ഡാഷ് ധരൻ, ഡാഷ് ഗോപാലൻ. വേണുവില്ലാത്ത ഗോപാലനെ പിന്നെ എന്താ വിളിക്കുക? അതുകൊണ്ട് നിസ്സാര കാര്യങ്ങളിലൊന്നും നമ്മൾ ബേജാറാവേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാം. ഓരോ ദേശത്ത് പോകുമ്പോൾ അവിടുത്തെ രീതി എന്താണെന്ന് നോക്കി അതിന് വിരുദ്ധമല്ലാതെ നമ്മൾ ചെയ്യാം. അപ്പം അവിടെയുള്ള ആളുകൾക്കും നമ്മളോട് ദേഷ്യം വരില്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളെ അനുസരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ ആചാരത്തെ മറ്റൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഭൂരിപക്ഷത്തെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ എന്താണോ ആചാരം, ശരി അങ്ങനെ ആവട്ടെ. അപ്പം അത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. എവിടെ പോയാലും ചുറ്റുപാടും കണ്ണോടിക്കണം, ബോധമുള്ളവരായിരിക്കണം. ഇനി അറിയാതെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കാം. അവിടെയുള്ള ആളുകളോട്, അറിവുള്ളവരോട് ചോദിച്ച് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ചെയ്യാം. അപ്പം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഭഗവാൻ എല്ലാവർക്കും തുല്യനാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടവനാണ്. യശോദ നന്ദന്മാർക്ക് അവരുടെ പുണ്യം കൊണ്ട്, അവരുടെ തപസ്സുകൊണ്ട് ഭഗവാൻ കുറേ പ്രിവിലേജ് കൊടുത്തു. കുറേ പ്രിവിലേജ് കൊടുത്തതാ അല്ലേ? അപ്പൊ അതിൽ അവര് സന്തോഷിക്കല്ലേ വേണ്ട? ഭഗവാൻ ഞങ്ങൾക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നു, എല്ലാരും അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കുന്നു. എന്ന തപം ചെയ്തനൈ യശോദ, എന്ന തപം ചെയ്തനൈ. അല്ലേ, എല്ലാരും ചോദിക്കുകയാണ്, എല്ലാരും ആഘോഷിക്കുകയാണ്. ഈ യശോദയും നന്ദനും എന്ത് ഭാഗ്യം ചെയ്തു, എന്ത് തപസ് ചെയ്തു. അപ്പൊ അതിനെ ഉണരുക. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിന്, പരിഗണനയ്ക്ക് ഒക്കെ പാത്രീഭവിച്ചിരിക്കുന്നു, ധന്യധന്യരായിരിക്കുന്നു. ജഗത്തിന്റെ മുഴുവൻ പരമകാരണഭൂതനായ, എല്ലാവർക്കും തുല്യ അവകാശമുള്ളതായിട്ടുള്ള ഭഗവാൻ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിഗണന തന്നിരിക്കുന്നു. സോ വി ആർ ബ്ലെസ്സഡ് എന്ന് അങ്ങനെയാണ് കരുതേണ്ടത്. ഇത് യശോദയ്ക്കും നന്ദഗോപർക്കും മാത്രമല്ല, നമ്മൾക്കൊക്കെ ബാധകമാണ്. നമ്മളും ഇങ്ങനെയാ ചിന്തിക്കേണ്ടത്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഈ ലോകത്തിൽ എത്രയോ ആളുകൾ പലതരത്തിലുള്ളതായിട്ടുള്ള ദാരിദ്ര്യങ്ങൾ
രോഗങ്ങൾ, അംഗവൈകല്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയമോ മതപരമോ അല്ലെങ്കിൽ ഭൂകമ്പാദി പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എന്താ പറയുക, തീയിലിരിക്കുന്നത് പോലെയോ മുള്ളിലിരിക്കുന്നത് പോലെയാണ് പലരും. അങ്ങനെ എത്രയോ ഈ ലോകത്തെ ആളുകൾ അല്ലേ, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ, സോമാലിയ പോലെയുള്ളവിടെയൊക്കെ പകർച്ചവ്യാധികളും പട്ടിണിയും കൊണ്ട് ഓരോരുത്തരുടെ കോലം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരാണോ തോന്നും. കുരങ്ങന്മാരെക്കാളും മോശമായിട്ടുള്ള രൂപങ്ങൾ, വലിയ തലയും വലിയ വയറും മാത്രം കൊണ്ട് ശുഷ്കിച്ച കയ്യും കാലും ഒക്കെ ആയിട്ടുള്ള എത്രയോ ആളുകൾ ഓരോ ആശുപത്രികളിലും പോയി കാണാം നമുക്ക്. എന്തെല്ലാം അംഗവൈകല്യങ്ങളോടെ, എന്തെല്ലാം രോഗങ്ങളോടെ ചികിത്സിച്ച് ദരിദ്രരായി വീടും കുടിയും വിറ്റ് തെരുവിലായിട്ടുള്ളവർ. ഇങ്ങനെ ഓരോരുത്തരെയും ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര സുഹൃതികളാണ്, എത്ര ധന്യരാണ് എന്ന് ചിന്തിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വിവരക്കേട് കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അമ്മായിയമ്മയും മരുമകളും തമ്മിലും, ഭാര്യയും ഭർത്താവും തമ്മിലും, അച്ഛനും മക്കളും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും ചെറിയ 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 പ്രശ്നങ്ങൾ, നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനെ നിസ്സാരമായി കാണാൻ പഠിക്കൂ. ടേക്ക് ഇറ്റ് ഈസി. എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് എടുക്കാൻ പഠിക്കൂ. കാരണം ഈ ലോകത്തിൽ ഗൗരവമേറിയ എത്രയോ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എത്രയോ നിസ്സാരമാണ്. അപ്പോൾ നമ്മൾ പ്രിവിലേജ്ഡാണ്. നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് അസൂയ തോന്നുന്നുണ്ട്. ഇവര് മാത്രം എന്താ ഇങ്ങനെ ഒരു വറിയില്ലാതെ എപ്പോഴും ഭാഗവതം, നാരായണീയം അല്ലെങ്കിൽ രാമായണം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും സത്സംഗത്തിന് അവർക്ക് മനസ്സിരുത്താൻ പറ്റുന്നു, അവർക്ക് സമാധാനമായിട്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നു, അവർ വിചാരിച്ച ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നു, തീർത്ഥാടനങ്ങൾ ചെയ്യുന്നു, കുംഭമേളയ്ക്ക് പോകുന്നു, അയോധ്യയിൽ പോകുന്നു, കാശിയിൽ പോകുന്നു, ദ്വാരകയിൽ പോകുന്നു, വൃന്ദാവനത്തിൽ പോകുന്നു, വിചാരിച്ചിടത്തൊക്കെ പോയിട്ട് വരണു. അവർക്ക് വിചാരിച്ചതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. എവിടെ എത്തണമെന്ന് വിചാരിച്ചോ എത്താൻ പറ്റുന്നുണ്ട്. ഇത്രയും സമാധാനമായിട്ട് ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം സമർപ്പിച്ചുകൊണ്ട് ആനന്ദമായി ജീവിതം കഴിയാൻ ഇല്ലേ, എല്ലാവരും നമ്മളെ അസൂയയോടുകൂടി നോക്കുന്നുണ്ട്. ആ അസൂയയാണ് അവർ ചിലപ്പോൾ തരം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് പരിഹാസമായും അവർക്കൊരു തൃപ്തി അതിലൂടെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ, എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടായാൽ, അവൾക്ക് അങ്ങനെ തന്നെ വേണം, അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു ചിന്ത അവരുടെ അസൂയയിൽ നിന്നുണ്ടാവുന്നതാണ്. മര്യാദക്കാരാണെങ്കിൽ, അസൂയൊന്നും ഇല്ലാത്ത, ദോഷമില്ലാത്ത ആളുകളാണെങ്കിലോ അവരുടെ ഭാഗ്യം. അവർക്ക് ഇതിനൊക്കെ സാധിക്കുന്നുണ്ട്, അതിനൊക്കെ സമയമുണ്ട്. ഒരു അറിയുമില്ലാതെ അവര് സന്തോഷമായിട്ട് സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്തിങ്ങനെ അവരെ കൊണ്ട് ലോകത്തിനൊരു ഉപദ്രവവും ഇല്ലല്ലോ എന്ന് കരുതുന്നവരും ഉണ്ടാവും. നമ്മൾക്ക് സാധിക്കുന്നില്ല, നമ്മുടെ പ്രാരബ്ധങ്ങൾ എന്ന് ചിലര് അവരവരുടെ പ്രാരബ്ധത്തെ ശപിച്ച് നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് പുകഴ്ത്തുകയും ചെയ്യും. അത് ലോകം പലവിധമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും കുറവുള്ളവരാണ്, കംപ്ലൈന്റുകൾ ഉള്ളവരാണെന്ന് വിചാരിക്കാതിരിക്കുക. ആരെ കണ്ടാലും ഒരു ആവലാതിയും പറയാതിരിക്കുക. സുഖം തന്നെ, സന്തോഷമായിരിക്കുന്നു, ആനന്ദമായിരിക്കുന്നു എന്ന്
എല്ലാവരോടും പറയാൻ സാധിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് ആനന്ദം പ്രസരിപ്പിച്ച് അവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അത് കണ്ട് പ്രചോദിതരായി അവരും ഈ വഴിക്ക് വരട്ടെ. ഇവർക്ക് ഇത്രയും ആനന്ദം, ഈ സന്തോഷം, സമാധാനം ഒക്കെ ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും അതിന് ശ്രമിക്കും എന്ന് ഓരോരുത്തർക്കും തോന്നട്ടെ. അങ്ങനെ ആളുകളെ ഇൻസ്പയർ ചെയ്യണം നമ്മൾ വേണ്ടത്. അല്ലാതെ വീണ്ടും എന്താ പറയുക, നായിൻ്റെ വാല് എത്ര കാലം കുഴലിലിട്ടാലും നിവരാത്ത പോലെ നമ്മുടെ സ്വഭാവം മാറാതിരിക്കരുത്. നമ്മുടെ സ്വഭാവം മാറാതിരിക്കുമ്പോഴാണ് ആളുകൾ പരിഹസിക്കുക. ഓ, ഇവളൊക്കെ എത്ര ഭാഗവതം കേട്ടിട്ട് എന്ത്, ഇവളൊക്കെ എത്ര ഗീത കേട്ടിട്ട് എന്ത്, ഒരു മാറ്റവും ഇല്ല. അസൂയയും കുനിഷ്ടും കുശുമ്പും അഹങ്കാരവും വിട്ടുമാറിയിട്ടില്ല. എത്രയോ ആളുകളെ കുറിച്ച് അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, നിങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ. അല്ലേ? നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ കേൾക്കുന്നവരെ കുറിച്ച് അങ്ങനെ പറയാൻ ഇടവരാതിരിക്കട്ടെ. നിങ്ങൾക്ക് ബോധമുണ്ടാവട്ടെ. നമ്മളൊക്കെ ഭാഗവത ജ്ഞാനഗംഗയിൽ നിത്യവും സ്നാനം ചെയ്യുന്നവരാണ്. മറ്റുള്ളവരിൽ നിന്ന് എന്താ പറയുക, നമ്മൾ ആ ഒരു നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ വ്യത്യാസം, ധന്യതയുടെ വ്യത്യാസം അത് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. അങ്ങനെ എല്ലാവരെയും ഈ വഴിക്ക് ആകർഷിക്കണം എന്ന് തോന്നട്ടെ. ആ ബോധം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. വെറുതെ നമ്മളിങ്ങനെ ഈ കഥ കേട്ടാൽ മാത്രം പോരാ, കഥയിൽ നിന്ന് ഉൾക്കൊള്ളണം. നമ്മളിൽ മാറ്റം ഉണ്ടാവണം. അപ്പോൾ എല്ലാം ഭഗവാനാണ്, ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഭഗവാനെ നിങ്ങൾ സ്വന്തം പോക്കറ്റിലിട്ട് വെക്കാൻ നോക്കണ്ട എന്നും കൂടി ഈ പറഞ്ഞതിൻ്റെ സാരം. അച്ഛനമ്മമാരാണ്, ഞങ്ങളാണ് 11.5 വയസ്സ് വരെ വളർത്തിയത് എന്നുള്ള ആ പൊസസീവ്നെസ് വിട്ടേക്കൂ. ഭഗവാൻ എങ്ങനെയാണോ എല്ലായിടത്തും നിസ്സംഗനായിരിക്കുന്നത്, വൈരാഗ്യം എന്നുള്ളത് ഭഗവാന്റെ സ്വഭാവമായിരിക്കുന്നത്, ആ ഭഗവാന്റെ അച്ഛനമ്മമാരായിരിക്കുന്ന നിങ്ങളും ആ ഭഗവാനെ കണ്ടുപഠിക്കൂ. നിസ്സംഗത എന്നുള്ളത് അല്ലേ, നക്വാപിതേ സംഘവാർത്ത, നക്വാപിതേ സംഘവാർത്ത എന്ന് ഭഗവാനെ കുറിച്ച് നാരായണീയകാരൻ പറയും പോലെ ആ ഭഗവാന്റെ അച്ഛനമ്മമാരായ നന്ദഗോപർക്കും യശോദയ്ക്കും ആ സംഘവാർത്ത ഇല്ലാതെ ആവട്ടെ. ഭഗവാനെ അൺകണ്ടീഷണലായിട്ട് പ്രേമിച്ചോളൂ, സ്നേഹിച്ചോളൂ. ഭഗവാനെ വരച്ച വരയിൽ നിർത്താൻ നോക്കരുത്. ഭഗവാനെ നമ്മുടെ കൺട്രോളിൽ നമ്മൾ പറയുന്നത് മാതിരിയൊക്കെ ഭഗവാൻ ചെയ്യണം എന്നുള്ള നമ്മുടെ കണ്ടീഷൻസിൽ ഭഗവാനെ കെട്ടിയിടാതിരിക്കുക. ഇതാണ് യശോദയും നന്ദഗോപരും ഈ ഉപദേശത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. അത്രയും നന്നായിട്ടാണ് ഉദ്ധവൻ ഉപദേശം കൊടുത്തത്. ഇനി നമുക്ക് തുടർന്നു പോകാം. ഏവം നിശാസാ ബ്രുവതോർവ്യതീതാ നന്ദസ്യ കൃഷ്ണാനുചരസ്യ രാജൻ ഗോപ്യഃ സമുത്ഥായ നിരൂപ്യ ദീപാൻ വാസ്തൂൻ സമഭ്യർച്യ ദദീന്യമന്ധൻ. ഏവം നിശാസാ ബ്രുവതോർവ്യതീതാഃ ബ്രുവതോർവ്യതീതാ നന്ദസ്യ കൃഷ്ണാനുചരസ്യ രാജൻ ഗോപ്യഃ സമുത്ഥായ നിരൂപ്യ ദീപാൻ വാസ്തൂൻ സമഭ്യർച്യ ദദീന്യമന്ധൻ. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഏവം ബ്രുവതോഃ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായ നന്ദസ്യ കൃഷ്ണാനുചരസ്യ സാ നിശാ വ്യതീതാ,
നന്ദന്റെയും കൃഷ്ണാനുചരസ്യ കൃഷ്ണന്റെ അനുചരനായ ഉദ്ധവന്റെയും ആ രണ്ടുപേരെയും ചേർത്തിട്ടാണ് ബ്രുവതോഹോ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ബ്രവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരുടെ, ബ്രവിക്കുക എന്ന് പറഞ്ഞാൽ പറയുക, ഭാഷണം ചെയ്യുക. അപ്പൊ ഏവം ബ്രുവതോഹോ തയോഹോ നന്ദ ഉദ്ധവയോഹോ, അതിനെ രണ്ടാക്കി നന്ദസ്യ കൃഷ്ണാനുചരസ്യ എന്ന് പറഞ്ഞു. കൃഷ്ണാനുചരനായ ഉദ്ധവന്റെയും നന്ദന്റെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ, സംഭാഷണം ചെയ്തുകൊണ്ട് തന്നെ സാ നിശാവ്യതീത, ആ രാത്രി അതീതയായി കടന്നുപോയി. അപ്പൊ രാത്രി മുഴുവൻ ഉറങ്ങാതെ നന്ദൻ ഉദ്ധവനിൽ നിന്ന് ഇങ്ങനെയുള്ള ഭഗവാന്റെ തത്വങ്ങളും ഭഗവാന്റെ കഥകളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂട്ടത്തില് ഉദ്ധവൻ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു കാണും. എന്തായാലും ഉദ്ധവന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതാണ് ഇവിടെ ശുഖബ്രഹ്മർഷി വ്യക്തമായി പറഞ്ഞത്. എന്തായാലും അന്ന് രാത്രി ഉറങ്ങിയില്ല എന്നർത്ഥം. ആര്? നന്ദനും ഉദ്ധവനും. നന്ദൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യശോദയും കൂടെ ഉണ്ടാവും. അങ്ങനെ സാ നിശാവതീത, അങ്ങനെതാ നേരം വെളുത്തു, അല്ലെങ്കിൽ നേരം വെളുക്കാറായി. ആളുകളൊക്കെ എണീച്ചു തുടങ്ങി, അടുത്ത വീടുകളിലെ ഗോപികളല്ല. അതാണ് ഗോപ്യ സമുത്ഥായ, ഗോപികമാരെല്ലാം എഴുന്നേറ്റ് ദീപാൻ നിരൂപ്യ, എല്ലാ വീടുകളിലും വിളക്കുകളെല്ലാം കയറ്റി വെച്ചു, വിളക്കുകൾ കൊളുത്തി വെച്ചു, അല്ലേ? തിരി താഴ്ത്തി എണ്ണം കുറച്ച് രാത്രി എല്ലാവരും വിളക്കുകളുടെ എണ്ണം കുറയ്ക്കും, തിരിയും താഴ്ത്തി വയ്ക്കും. അതെല്ലാം രാവിലെ ആവുമ്പോൾ അതിന്റെ നാളത്തിന് വലിപ്പം കൂട്ടും, അതുപോലെ എണ്ണവും കൂട്ടും. പോകുന്ന വഴിയിലൊക്കെ വിളക്കുണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് മുൻവശത്തൊക്കെ വിളക്ക് കൊളുത്തി വെക്കുക. അതാണ് ദീപാൻ നിരൂപ്യ, വിളക്കുകളെല്ലാം കൊളുത്തിവെച്ച് ജ്വലിപ്പിച്ച് വാസ്തൂൻ സമഭ്യർച്ച്യ, വാസ്തു എന്ന് പറഞ്ഞാൽ ഗൃഹങ്ങളെ, വാസ്തുവിനെ സമഭ്യർച്ച്യ, സമ്യക് അഭ്യർച്ച്യ എന്ന് പറഞ്ഞാലോ പൂജിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വാസ്തുവിനെ പൂജിക്കുക എന്ന് പറഞ്ഞാലോ വൃത്തിയാക്കിയിട്ട് എന്നർത്ഥം. അടിച്ചു വാരുക, തളിക്കുക മുതലായതൊക്കെ ചെയ്തിട്ട്. അപ്പൊ വീടൊക്കെ അടിച്ചു വാരി തളിച്ചു നേരം പുലരുന്നതിന് മുമ്പേ തന്നെ. എന്നിട്ട് ദധീനി അമന്തന്, ദധീനി ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വീടുകളിൽ പാത്രങ്ങൾ, വലിയ വലിയ തൈർക്കലങ്ങൾ എടുത്തു വെച്ച് ആ തൂണിലും മറ്റുമൊക്കെ കടകോല് കെട്ടി അതിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദധിമതനം ആരംഭിച്ചു. തൈര് കടയാൻ നേരം പുലരുന്നതിന് മുമ്പേ കടയണം, അല്ലേ? ഫ്രിഡ്ജൊന്നുമില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വെണ്ണ കിട്ടില്ല, പിന്നെ പിരിഞ്ഞു 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 പോകും. അപ്പൊ സൂര്യോദയത്തിന് മുമ്പ് വെണ്ണ മുഴുവൻ എടുക്കണം. അതിനായിക്കൊണ്ട് നേരം പുലരുന്നതിന് മുമ്പേ അവര് തൈര് കലക്കാൻ തുടങ്ങി. അപ്പോ ഗൃഹകൃത്യങ്ങളിൽ വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പണി അന്നത്തെ ഗോപികമാർക്ക് തൈര് കടച്ചിലാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ അടുത്ത പരിപാടികളിലേക്ക് പോവുക. ഏവം നിശാസ ഭ്രുവതോർവ്യതീത നന്ദസ്യ കൃഷ്ണാനുചരസ്യ രാജൻ ഗോപ്യ സമുത്ഥായ നിരൂപ്യ ദീപാൻ വാസ്തൂൻ സമഭ്യർച്ച്യ ദധീന്യമന്ധൻ താദീപദീപ്തൈർമണിഭിർവിരേജുഃ രജ്ജുർവികർഷദ്ഭുജകങ്കണസ്രജഃ ചലന്നിതംബസ്തനഹാരകുണ്ടലത്യുഷത്കപോലാരുണകുങ്കുമാനനാഃ താദീപദീപ്തൈർമണിഭിർവിരേജുഃ രജ്ജുവികർഷദ്ഭുജകങ്കണസ്രജഃ ചലന്നിതംബസ്തനഹാരകുണ്ടലത്യുഷത്കപോലാരുണകുങ്കുമാനനാഃ. എങ്ങനെ ശോഭിച്ചു ആ ഗോപികമാര് രാവിലെ നേരത്തെ ആ തൈര് കടയുന്നവരായിട്ട് ശോഭിക്കുന്ന ഗോപികമാരുടെ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. രജ്ജുഃ വികർഷദ്ഭുജകങ്കണസ്രജഃ ചലന്നിതംബസ്തനഹാരകുണ്ടലത്യുഷത്കപോലാരുണകുങ്കുമാനനാഃ താഃ ദീപദീപ്തൈഃ മണിഭിഃ വിരേജുഃ. ആ ഗോപികമാരെയാണ് താഹ എന്ന് പറഞ്ഞാൽ. താഹ എന്ന് പറഞ്ഞാൽ അവർ, ആ ഗോപികമാർ. അവര് എങ്ങനെയൊക്കെ വിരാജിച്ചു? രജ്ജുഹു വികർഷദ്ഭുജ കങ്കണസ്രജഃ. രജ്ജു കയറിനെ വികർഷിക്കുന്നുണ്ട്, വലിച്ച്
കടയുന്നുണ്ട്. അങ്ങനെ കയറുകളെ പിടിച്ച് ആകർഷിക്കുന്നതായിട്ടുള്ള സമയത്ത് ഭുജത്തിലെ കങ്കണങ്ങൾ ശോഭിക്കുന്നുണ്ട്, അല്ലേ? ഭുജത്തിലെ കൈകളിലെ വളകൾ തമ്മിൽ കൂട്ടി ഉരുമ്മി ശബ്ദമുണ്ടാക്കുന്നുണ്ട്, കലകല ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സ്രക്ക് മാലകളും ഇളകുന്നുണ്ട്. ഇളകുന്ന മാലകളോടും ഇളകുന്ന വളകളോടും കൂടി ചലം നിതംബസ്തനഹാര കുണ്ടല തിഷത്കപോലാരുണ കുങ്കുമാനനാഹാം. എന്തൊക്കെയാണ് ചലിക്കുന്നത്? ചലത് നിതംബ സ്തനഹാര കുണ്ടല. നിതംബം അരക്കെട്ട് നന്നായിട്ട് ചലിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് വേറെ എക്സസൈസോ ജിമ്മിലൊന്നും ഉണ്ടായവർക്ക്, അല്ലേ, ട്രെഡ്മില്ലിലോ അല്ലെങ്കിൽ വേറെ അതുപോലെയുള്ള ഏതെങ്കിലും മെഷീനിലൊക്കെ കയറി നിന്ന് കസർത്തുകളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നല്ല കസർത്താണ് എന്ന് പറയുക. ശരീരം മുഴുവൻ അനങ്ങുന്നുണ്ട്. ചലം നിതംബം ചലിക്കുന്നു. സ്തനങ്ങൾ ചലിക്കുന്നുണ്ട്. ഹാര മാലകൾ ചലിക്കുന്നുണ്ട്. കുണ്ടല കർണങ്ങളിലെ കുണ്ടലങ്ങൾ ഇളകിയാടുന്നുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ ഇളകിയാടുന്ന ആ ഗോപികമാരുടെ ഒരു മനോഹരമായിട്ട് ദൃശ്യം. അതോടൊപ്പം തിഷത് കപോലാരുണ കുങ്കുമാനനാഹ. തിഷത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നത്, പ്രകാശിക്കുന്നത്. എന്തൊക്കെയാണ്? കപോല കവിൾത്തടങ്ങൾ ശോഭിക്കുന്നുണ്ട്. അരുണ കുങ്കുമ ആനനാഹ, അവര് ചുവന്ന കുങ്കുമം നെറ്റിയിൽ പുരട്ടിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് ശോഭിക്കുന്ന, ഇപ്പൊ ചുവന്ന കുങ്കുമം ധരിച്ചിരിക്കുന്നു, കവിളുകൾ ചുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ശോഭിക്കുന്നവരായിട്ടുള്ള മുഖങ്ങളോട് കൂടിയിട്ട് താഹ ഗോപികാഹ ദീപദീപ്തൈഹി മണിഭിഹി വിരേജുഹു. അവിടെയുള്ള ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുള്ള ആ ദീപങ്ങൾ ഇവരുടെ ശരീരത്തിലുള്ള മണികളെ, രത്നങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു. അപ്പൊ ആ രത്നങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു എന്നർത്ഥം. ഇവരുടെ ചലനത്തിനനുസരിച്ച് രത്നങ്ങളുടെ തിളക്കം മാറിക്കൊണ്ടിരിക്കും. നിറങ്ങളൊക്കെ മാറും പോലെ ഇരിക്കും, മിന്നൽ പോലെയൊക്കെ തോന്നും. അപ്പൊ ആ രീതിയിൽ ഈ വിളക്കിൽ നിന്നുള്ളതായിട്ടുള്ള ആ പ്രകാശത്തിന്റെ പ്രതിഫലനം ഇവരുടെ ശരീരത്തിലെ രത്നങ്ങളിലും സ്വർണത്തിലുമൊക്കെ പ്രതിഫലിക്കുന്നു. അങ്ങനെ ദീപദീപ്തൈ മണിഭിഹി വിരേജുഹു, നന്നായി വിരാജിച്ചു. രത്നങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ഗോപികമാര് എല്ലാ ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും ഒക്കെ കൊണ്ട് ശോഭിച്ചു എന്ന് പറയാം. അങ്ങനെ ആ നേരം പുലരുമ്പോ ഗോകുലത്തിലെ ഒരു കോലാഹലമാണ്. എല്ലാ വീടുകളിലും ഈ തൈര് കളയുന്നതായിട്ടുള്ള ശബ്ദം. ഉദ്ഗായതീനാം അരവിന്ദലോചനം വ്രജാംഗരാനാം ദിവം അസ്പൃശധ്വനിഃ ദധ്നശ്ച നിർമന്ദന ശബ്ദമിശ്രിതോ നിരസ്യതേ യേന ദിശാം അമംഗളം. ഉദ്ഗായതീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനിഃ ദധ്നശ്ച നിർമന്ദന ശബ്ദമിശ്രിതോ നിരസ്യതേ യേന ദിശാം അമംഗളം. അപ്പൊ അങ്ങനെ ദധ്നഃ നിർമന്ദന ശബ്ദമിശ്രിതഃ അരവിന്ദലോചനം ഉദ്ഗായതീനാം വ്രജാംഗനാനാം ധ്വനിഃ ദിവമസ്പൃശത്. ദിവമസ്പൃശത് എന്ന് പറഞ്ഞാൽ ദേവലോകത്തിലേക്ക് മുഴങ്ങി എന്നാണ്. ദേവലോകത്തെ സ്പർശിച്ചു. എന്താ ധ്വനി? എന്തിന്റെ ധ്വനി? ഈ വ്രജാംഗനമാരുടെ ധ്വനി. എന്തിന്റെ കൂടെ? തൈര് കടയുന്ന ശബ്ദങ്ങളോടുകൂടെ. അതാണ് ദധ്നഃ നിർമന്ദന ശബ്ദമിശ്രിത. ദധ്നഃ എന്ന് പറഞ്ഞാല് ദതിയുടെ, ദതി എന്നത് നകാരാന്ത ശബ്ദമാണ്. ദതിൻ എന്നുള്ള ശബ്ദമാണ്. അതിന്റെ ഷഷ്ടി ആണ് ദധ്നഃ. ദതിയുടെ തൈരിന്റെ. നിർമന്ദന ശബ്ദമിശ്രിത. നിർമന്ദനം നിതരാം നന്നായിട്ട് മദനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ആ തൈരിന്റെ കടയുന്ന സമയത്തുണ്ടാകുന്ന ആ കയറ് വലിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ശബ്ദമുണ്ട്. അത് നിറയെ തൈരൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല രീതിയിലുള്ള ശബ്ദമായിരിക്കും കേൾക്കാൻ. അതൊരു ശ്രുതി പോലെ രാവിലെ. അപ്പൊ നിർമന്ദന ശബ്ദത്തോട് മിശ്രിതമായിട്ട് ഇവരുടെ ധ്വനി. ആരുടെ? അരവിന്ദലോചനം ഉദ്ഗായതീനാം വ്രജാംഗനാനാം ധ്വനി.
അരവിന്ദലോചനം ആ താമരക്കണ്ണനായ കൃഷ്ണനെ കുറിച്ച് ഉദ്ഗായതീനാം ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നവരായ പ്രജാംഗനാനാം ഗോപികാനാം ആ ഗോപികമാരുടെ ധ്വനി, അവരുടെ പാട്ടിന്റെ ധ്വനി. അപ്പൊ അവർക്ക് പാട്ടിനുള്ള ശ്രുതിയാണ് ഈ തൈര് കടയല്. ഈ ശ്രുതിക്കനുസരിച്ചാണ് അവരുടെ എന്താ പറയുക പാട്ടിന്റെ ശബ്ദമെല്ലാം. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഗാനമേള തന്നെ രാവിലെ തന്നെ എല്ലാ വീടുകളിലും. ഉദ്ഗായതീനാം പ്രജാംഗനാനാം ധ്വനി, ആ വ്രജഗോപികമാരുടെ ധ്വനി ദിവം അസ്പൃശത്, ദേവലോകത്തെ പോലും സ്പർശിച്ചു. നമ്മുടെ വെങ്കടേശ സുപ്രഭാതത്തിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഘോഷാലയേഷു ദതിമന്ദന തീവ്രഘോഷാഃ രോഷാത് കലിം വിദദതേ കകുഭശ്ച കുംഭാഃ ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. വരികൾ ആദ്യത്തെ വരി ഓർമ്മ വരുന്നില്ല. എന്തായാലും അവരുടെ ഘോഷാലയേഷു ദതിമന്ദന തീവ്രഘോഷാഃ, ഘോഷാലയങ്ങൾ ഇതുപോലെയുള്ള ഗോകുലങ്ങളിൽ ദതിമതനം ചെയ്യുന്നതായിട്ടുള്ള ഘോഷങ്ങൾ രാവിലെ മുഴങ്ങണു. ഹേ വെങ്കടേശ, ശേഷാദ്രി ശേഖര വിഭോ, എഴുന്നേൽക്കൂ. എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഭഗവാനും എഴുന്നേറ്റ് ഈ ലോകത്തെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ധന്യമാക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗൃഹങ്ങളിലും പണ്ട് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഈ ഘോഷം കേൾക്കാമായിരുന്നു, ദതിമദന ഘോഷം. ഉദ്ഗായതീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി ദദ്നശ്ച നിർമന്ദന ശബ്ദമിശ്രിതോ നിരസ്യതേ യേന ദിശാം അമംഗളം. അപ്പോ ആ ശബ്ദം ഏന ദിശാം അമംഗളം നിരസ്യത്തെ, ഏതൊരു ധ്വനി കൊണ്ട് ഈ പാല് കടയുന്നതും അമ്മമാരുടെ ഗോപികമാരുടെ ഭഗവാനെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങളുടെയും ധ്വനി ദിക്കുകളുടെ അമംഗളങ്ങളെ നിരസിക്കുന്നു. ദിശാം അമംഗളം നിരസ്യത്തെ. പണ്ടുകാലത്തൊക്കെ, പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു 40-50 വർഷം മുമ്പൊക്കെ, 30 വർഷം മുമ്പ് വരെ നമ്മുടെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ രാവിലെ 5 മണിക്കെങ്കിലും സുപ്രഭാതം വെച്ച് കേൾക്കും നമ്മളൊക്കെ, അല്ലേ? ഇപ്പൊ അതൊക്കെ നിരോധിച്ച പോലെയാണ്. നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ മുമ്പ് നടന്നുകൊണ്ടിരുന്നതായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ അടുത്തുള്ള വീടുകളിലുള്ളവർക്ക് ഉണർത്തുപാട്ടായി ഭഗവാന്റെ സ്മരണയോടുകൂടി എഴുന്നേൽക്കാനുള്ള അതെല്ലാം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം വേറെ പലതും കേൾക്കാം നമുക്ക്, അല്ലേ? രാവിലെ എഴുന്നേറ്റ് നമ്മൾ വാങ്കുവിളി കേട്ടുകൊണ്ടാണ് പലയിടത്തും എണീക്കാൻ സാധിക്കുക. നമുക്ക് നല്ലത് തന്നെ, അതും ഈശ്വരനെ വിളിക്കുകയല്ലേ, അങ്ങനെ തന്നെ ആവട്ടെ. ആ രീതിയിൽ നമുക്ക് കാണാം. പക്ഷെ വേറെ ഒരു ഈശ്വരനും ഇല്ല എന്ന് മാത്രം പറയുന്നതാണ് ശരിയല്ലാത്തത്. ഞങ്ങളുടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഈശ്വരന്മാരൊന്നും ഈശ്വരന്മാരല്ല, ആരെയും അംഗീകരിക്കരുത്, ആരെയും പൂജിക്കരുത് എന്ന് പറയുന്നതാണ്, നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ദിക്കിലെ അമംഗളങ്ങളെയെല്ലാം ഈ ഘോഷം നീക്കിക്കളയുന്നു എന്നർത്ഥം. നല്ല മംഗളഘോഷമാണിത്. രാവിലെ തൈര് കടയുന്നതും അമ്മമാരുടെ കൃഷ്ണകീർത്തനങ്ങളും ഗോവിന്ദ ദാമോദര മാധവേദി എന്നൊക്കെയുള്ള അവരുടെ പാട്ടുകൾ. ഭഗവത്യുദിതേ സൂര്യേ നന്ദദ്വാരി വ്രജൗഗസഃ ദൃഷ്ട്വാ രഥം ശാതകൗംഭം കസ്യായമിതി ചാബ്രുവൻ.
ദേ സൂര്യേ നന്ദദ്വാരി വ്രജൗഗസഃ ദൃഷ്ട്വാ രഥം ശാതകൗംഭം കസ്യായമിതി ചാബ്രുവൻ. ഇപ്പൊ ഗോപികമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് അവരുടെ ബിസി അവരുടെ നിത്യ ഷെഡ്യൂൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ സൂര്യോദയമായി. അതാണ് ഭഗവതി ഉദിതേ സൂര്യേ, സൂര്യേ ഭഗവതി ഉദിതേ സതി. സൂര്യനാകുന്ന ഭഗവാൻ ഉദിച്ചു വന്നപ്പോൾ, അപ്പൊ സൂര്യോദയം ആയപ്പോഴാണ് എല്ലായിടത്തും പ്രകാശം പറഞ്ഞത്. ആ സൂര്യന്റെ കിരണങ്ങൾ നന്ദഗോപന്റെ ഗൃഹത്തിന്റെ മുമ്പിലുള്ള ഒരു സ്വർണമയമായ രഥത്തിൽ പ്രതിഫലിക്കുന്നു. അതാണ് അങ്ങനെയുള്ള സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നന്ദദ്വാരി, നന്ദന്റെ ദ്വാരത്തിൽ, നന്ദന്റെ വീട്ടിന് മുമ്പിൽ കവാടത്തിൽ, വ്രജൗഗസഃ ശാതകൗംഭം രഥം ദൃഷ്ട്വാ, വ്രജൗഗസഃ വ്രജവാസികൾ, ശാതകൗംഭം രഥം, ശാതകൗംഭം എന്ന് പറഞ്ഞാൽ എന്താണ്, ശാതകുംഭം എന്ന സ്വർണത്തിന് പര്യായം, അതിനെ കൊണ്ട് അത് മയമായത് എന്നൊക്കെ അർത്ഥത്തിൽ ശാതകൗംഭം, സ്വർണമയമായ രഥം ദൃഷ്ടുവ കണ്ടിട്ട്, കസ്യയം, ഇതാരുടേത്, അയം കസ്യ ഇതി അബ്രുവന്, തമ്മില് ചോദിക്കലും പറയലും ഒക്കെ ആയി. നന്ദഗോപരുടെ ഗൃഹത്തിൽ ആരോ അതിഥി വന്നിട്ടുണ്ടല്ലോ, ആരാണാവോ, സ്വർണമയമായിട്ടുള്ള രഥമാണ്, പണ്ട് അക്രൂരൻ വന്ന പോലെയുള്ള രഥമാണ് എന്നിങ്ങനെ പലരും തമ്മിൽ പറയാൻ തുടങ്ങി. ഭഗവത്യുദിതേ സൂര്യേ നന്ദദ്വാരി വ്രജൗഗസഃ ദൃഷ്ട്വാ രഥം ശാതകൗംഭം കസ്യായമിതി ചാബ്രുവൻ. അക്രൂര ആഗത കിം വാ യഃ കംസസ്യാർത്ഥസാധകഃ യേന നീതോ മധുപുരീം കൃഷ്ണഃ കമലലോചനഃ. അക്രൂര ആഗത കിം വാ യഃ കംസസ്യാർത്ഥസാധകഃ യേന നീതോ മധുപുരീം കൃഷ്ണഃ കമലലോചനഃ. അക്രൂരഃ ആഗതഃ കിം വാ, അവർ തമ്മിൽ പറയണം. അക്രൂരൻ ആഗതനായിട്ടുണ്ടാവോ, യഹ കംസസ്യ അർത്ഥസാധകഃ, ഏതൊരുവനാണോ കംസന്റെ കാര്യം സാധിക്കുന്നവൻ. അപ്പൊ കംസന്റെ കാര്യം സാധിക്കാനായിക്കൊണ്ടുള്ള ആ കംസദൂതനായ അക്രൂരൻ വീണ്ടും വന്നിട്ടുണ്ടോ? കംസൻ എന്തു ചെയ്തിച്ചു ഈ അക്രൂരനെ കൊണ്ട്? യേന നീതോ മധുപുരീം കൃഷ്ണഃ കമലലോചനഃ. ഈ അക്രൂരൻ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ഇതാണ്. കംസന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഏന എതൊരുവനാൽ കൃഷ്ണഃ കമലലോചനഃ മധുപുരീം നീതഃ, ആ താമരക്കണ്ണനായ കൃഷ്ണൻ മധുരാപുരിയിലേക്ക് നയിക്കപ്പെട്ടു, കൊണ്ടുപോകപ്പെട്ടത് ഇവനാലാണ്, ഈ അക്രൂരനാലാണ്. ആ അക്രൂരൻ ഇനിയും വന്നിരിക്കുന്നു. അപ്പൊ അവന് ഇനിയും മതിയായിട്ടില്ല നമ്മളെ പീഡിപ്പിച്ചിട്ട്. നമ്മൾക്ക് ഇത്രയും വലിയ നഷ്ടമുണ്ടാക്കിയിട്ട് ഇനിയും അവൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണോ എന്നാണ് ചിന്തിക്കുന്നത്. സാധയിഷ്യത്യസ്മാഭിഃ ഭർത്തുഃ പ്രീതസ്യ നിഷ്കൃതിം ഇതി സ്ത്രീണാം വദന്തീനാം ഉദ്ധവോഗാത് കൃതാഹ്നികഃ. കിം സാധയിഷ്യത്യസ്മാഭിഃ ഭർത്തുഃ പ്രീതസ്യ നിഷ്കൃതിം ഇതി സ്ത്രീണാം വദന്തീനാം ഉദ്ധവോഗാത് കൃതാഹ്നികം. അപ്പോ ഇവർ തമ്മിൽ പറയണ, ആ അക്രൂരൻ മതിയായിട്ടില്ല അവന് നമ്മളെ പീഡിപ്പിച്ചിട്ട്. കൃഷ്ണനെ നമ്മളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഇനിയിപ്പോ എന്താ ഇയാൾക്ക് വേണ്ടത്? പ്രീതസ്യ ഭർത്തുഃ നിഷ്കൃതിം അസ്മാഭിഃ സാധയിഷ്യതി കിം. അക്രൂരൻ നമ്മളെ മുമ്പ് ദ്രോഹിച്ച് അവന്റെ സ്വാമിയായ കംസനെ സന്തോഷിപ്പിച്ചു. ഇനിയിപ്പോ അയാള് മരിച്ചുപോയി എന്ന് കേട്ടിട്ടുണ്ടാവും. എന്തായാലും അയാൾക്ക് വേണ്ടി ഇനിയും പരേതനായ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഇനിയും നമ്മളെ പീഡിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? അതാണ് പ്രീതസ്യ ഭർത്തുഃ നിഷ്കൃതിം. പ്രീതനായ അദ്ദേഹത്തിന്റെ ഭർത്താവ് അഥവാ സ്വാമിയായ കംസന്റെ നിഷ്കൃതിയെ ഊർധ്വലോക കർമ്മം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഊർധ്വലോകങ്ങളിൽ
വേണ്ട ക്രിയകളെ അസ്മാഭിഹി സാധയിഷ്യതി കിം, നമ്മളെ കൊണ്ട് സാധിക്കാനാണോ വന്നിരിക്കുന്നത്? അപ്പൊ ഇനി കംസന് വേണമെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ശ്രാദ്ധാദി കർമ്മങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ, ബലികർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ മാംസം വെച്ച് അദ്ദേഹത്തെ അല്ലെ തൃപ്തിപ്പെടുത്താം, പിതൃക്കൾക്ക് മാംസം വെച്ച് തൃപ്തിപ്പെടുത്താം. അപ്പൊ അതിന് വേണമെങ്കിൽ നമ്മുടെയൊക്കെ മാംസം കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്നും കൂടിയുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അതാണ് പരലോകത്തിലേക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾക്കായിക്കൊണ്ട് നമ്മളെ കൊന്ന് നമ്മുടെ മാംസം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോ ഇനി? അസ്മാഭിഹി സാധയിഷ്യതിക്കും, ഇങ്ങനെയൊക്കെ പരസ്പരം ഇതി വദന്തീനാം സ്ത്രീണാം, ഇങ്ങനെ സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കേ, ഇതി വദന്തീനാം സ്ത്രീണാം കൃതാന്നിക ഉദ്ധവ അഗാത്, ഉദ്ധവ കൃതാഹ്നിക അഗാത്. ഉദ്ധവൻ രാവിലെ നേരത്തെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് ഇവർ കണ്ടിട്ടില്ല. അടുത്തുള്ള യമുനാ നദിയിലോ എവിടെയോ കുളിക്കാനും സന്ധ്യാവന്ദനാദികൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ആള് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ആഹ്നികങ്ങൾ കഴിഞ്ഞ്, അതാണ് കൃതാഹ്നിക, നിത്യകർമ്മങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അദ്ദേഹം ഗൃഹത്തിലേക്ക് ഗമിക്കുകയാണ്. അഗാത്, ഇവരുടെ അരികത്തുകൂടെ കടന്നുപോയി. അപ്പോഴാണ് ഇവര് വന്നിട്ടുള്ള ആളെ ആദ്യമായിട്ട് കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴാണ് ഉദ്ധവൻ അവരുടെ ദൃഷ്ടിയിൽ പെട്ട. ഇതുവരെയ്ക്ക് അക്രൂരനാണോ എന്ന് ശങ്കിച്ചിരിക്കുകയായിരുന്നു, അക്രൂരനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പ്രത്യക്ഷമായിട്ട് ആളെ കണ്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത അധ്യായത്തിലാണ്. ഓരോരുത്തരും ഒത്തുകൂടിയിട്ട് ഈ ഉദ്ധവൻ കേൾക്കെ തന്നെ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പരിഭവം അത് പറയാനായിട്ടുള്ള സന്ദർഭം ആവുകയാണ്. അതാണ് അടുത്ത അധ്യായത്തിൽ ആ ഗോപികമാരുടെ കൃഷ്ണനോടുള്ള പരിഭവം ഉദ്ധവനെ പരോക്ഷമായിട്ട് അറിയിക്കുകയാണ് പല രീതിയിൽ. അതിലൊരു 5 ശ്ലോകങ്ങൾ ഭ്രമരഗീതം എന്ന് പറഞ്ഞ്, ഒരു വണ്ടിനെ ചീത്ത വിളിക്കും പോലെ, വണ്ടിന് കൃഷ്ണന്റെ നിറമായതുകൊണ്ട് കറുത്തവരൊക്കെ കള്ളന്മാരാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടിനെ ചീത്ത വിളിക്കുന്നതും അതിലൂടെ കൃഷ്ണനെ ചീത്ത പറയുന്നതും, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉള്ളിലുള്ള ഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ഉദ്ധവൻ ഇവരുടെ ഭക്തി, ഭഗവാനോടുള്ള ഭക്തി മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ ഭഗവാന്റെ ദൂത് അദ്ദേഹം നിർവഹിക്കുന്നതാണ് അടുത്ത അധ്യായം. അത് കഴിഞ്ഞ് അദ്ദേഹം 3 മാസം അവിടെ താമസിച്ച് ഗോപികമാരെ നല്ലതുപോലെ ഭഗവാന്റെ തത്വങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ച് സന്തോഷിപ്പിച്ച് യാത്ര പറഞ്ഞ് അവിടുന്ന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് വരെയുള്ളതാണ് 47-ാം അധ്യായം. നമുക്ക് നാളെ നോക്കാം. നാളെ രാവിലെ ഇല്ല, വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം പുറത്ത് പോകാനിരുന്നത് നാളേക്ക് മാറ്റി. അപ്പോൾ നാളെ വൈകുന്നേരം കാണാം, നാളെ രാവിലെ ഉണ്ടാവില്ല. ഓം ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദശോക അപനയനം നാമ षट्चत्वारिंशत्तमोऽध्यायः. सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. नारायणाखिलगुरो भगवन्नमस्ते, नारायणाखिलगुरो भगवन्नमस्ते, नारायणाखिलगुरो भगवन्नमस्ते. कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि. ओम शांति शांति शांति. हरि ओम. श्री गुरुभ्यो नमः. हरि ओम. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വൈകിട്ട് കാണാം. ഹരി ഓം. 23-ാം തീയതി
ഞായറാഴ്ച കാലടിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭഗവത്ഗീത ശങ്കരഭാഷ്യം സംബന്ധിച്ച ക്ലാസ്സുകൾ കൊണ്ടുള്ള ഒരു 1 ഡേ ക്യാമ്പാണ്. വരാൻ പറ്റുന്നവരൊക്കെ വരിക. വരുന്നവർ നേരത്തെ അറിയിച്ചാൽ നല്ലതാണ്, സൗകര്യമാണ്. ആരൊക്കെ വരണമെന്നുള്ളത് നേരത്തെ അറിയിച്ചാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണ വ്യവസ്ഥയും മറ്റുമൊക്കെ ചെയ്യാൻ സൗകര്യവും.